എല്ലാവർക്കും എല്ലാവർക്കും വീണ്ടും ഒരു ഗുഡ് മോർണിംഗ്. ഞങ്ങളിത് മുരുടേശ്വരം എത്തി. ഇവിടുന്ന് മൂകാംബിക ഏകദേശം ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 7:30 ആകുമ്പോൾ ഇവിടെ എത്തി. ഒരു 6 മണിക്കാണ് അവിടെ നിന്ന് തുടങ്ങിയത്. 1.5 മണിക്കൂറിൻ്റെ ഇവിടെ എത്തി. ഒരു അടിപൊളി റോഡ്, സൂപ്പർ റോഡ്. പിന്നെ കാണുന്നില്ല, സ്ഥലമൊക്കെ ബീച്ചിനോട് ചേർന്നൊരു സ്ഥലമാണ്. നല്ല ശിവൻ്റെ പ്രതിമ, ഇവിടെ കാണുന്ന ഈ ശിവൻ്റെ പ്രതിമയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. നമുക്ക് ദൂരം തന്നെ വരുമ്പോൾ ഈ പ്രതിമ കാണാം. ഈ മുരുടേശ്വരം എന്നുള്ള ആ പേര് വന്നൊരു കഥയുണ്ട്. രാവണൻ തൻ്റെ ദേവനായ തപസ് ചെയ്തിട്ട് മറ്റേ ശിവൻ്റെ കയ്യിൽ നിന്ന് ശിവൻ കൊടുക്കുന്ന ഒരു ശിവലിംഗം അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ശിവലിംഗത്തിൽ നിന്ന് ശിവലിംഗത്തെ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ അതെ അത് ശിവൻ രാവണനെ ആരായാലും രാവണനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കഥയാണ്. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് ശിവൻ പറയുന്നത് വെച്ചാൽ അത് നിലത്ത് വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നിലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച സ്ഥലത്ത് ഉറച്ചു പോകും. പിന്നെ അതിനെ നമുക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് അവിടെ നിന്ന് രാവണൻ കൊടുക്കുന്ന സമയത്ത് അത് ലങ്കയെ കൊണ്ടുപോയി വെക്കണം, അവിടെ ആരാധിക്കണം എന്നായിരുന്നു പറയുന്നത്. അപ്പോൾ അത് ദേവന്മാർക്ക് പണിയാണല്ലോ. മൂപ്പര് കൊണ്ടുപോയി, രാവണൻ എന്ന് പറഞ്ഞ അസുരനാണല്ലോ, മൂപ്പര് അങ്ങനത്തെ ഒരാളാണല്ലോ. അപ്പോൾ മൂപ്പര് കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുന്ന അറിയാൻ കൊണ്ട് എല്ലാവരും കൂടി ഗണപതിനെ അയക്കുന്നു. ഗണപതി വേഷപ്രച്ഛന്നനായി രാവണൻ്റെ അടുത്തെത്തുന്നു. രാവണൻ എന്തോ മൂത്രശങ്കയൊക്കെ വന്നിട്ട് പോകുന്ന സമയത്ത് ഈ ഗണപതിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഗണപതി അത് നിലത്ത് വെക്കുന്നു. അപ്പോൾ രാവണൻ തിരിച്ചു വരുമ്പോൾ ഇത് നിലത്ത് ഉറച്ചു പോകുന്നു. എടുക്കാൻ കളിച്ചിട്ട് അത് വരുന്നില്ല. അപ്പോൾ ആ ഒരു ശക്തിയോടുകൂടി രാവണൻ തൻ്റെ ശക്തിയോടുകൂടി ആ വിഗ്രഹം എടുക്കാൻ കളിക്കുന്നു. പക്ഷെ അത് അവിടെ തന്നെ, ആ ലിംഗം അവിടെ തന്നെ ഉറച്ചു പോകുന്നു. അങ്ങനെ ഉറച്ചു പോയ സ്ഥലമാണ് ഈ മുരുടേശ്വരം എന്നാണ് പറയുന്നത്. അപ്പോൾ രാവണൻ തൻ്റെ കൈകൾ കൊണ്ട് ബലം പ്രയോഗിച്ചിട്ട് ആ ശിവൻ്റെ വിഗ്രഹം, ശിവലിംഗം എടുക്കാൻ കളിച്ച ആ ഒരു ഷേപ്പിൽ, ഒരു മുരടിയ ഷേപ്പിലാണ് ഈ വിഗ്രഹം അവിടെ പിന്നെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ സ്ഥലത്തിന് മുരുടേശ്വരം എന്നുള്ള പേര് വന്നതൊക്കെയാണ്. ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്, നമ്മൾ കേട്ട് ഇങ്ങനെ വന്ന കഥകളാണ്. ഇത് ഗൂഗിളൊന്നും അല്ല, നമ്മൾ കേട്ട കഥകളാണ്. ഇതിൽ എത്രത്തോളം ആധികാരികത ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് പിന്നീട് ഇവിടുത്തെ ഒരു വ്യക്തി ഇതിന്റെ ഒരു സ്റ്റാച്ചു ആ രൂപത്തിലാക്കിയത്. ആ കാണുന്ന പ്രതിമ ഈ പറയുന്ന കഥയെ സാധൂകരിക്കുന്ന പ്രതിമയാണ് അവിടെ കാണുന്നത്. അത് രാവണനാണ്. ഇപ്പം ഇപ്പുറം വേഷപ്രശ്നമായി വന്നേക്കുന്ന ഒരു ഗണപതിയാണത്. ഒരു ആട്ടിടേൻ്റെ രൂപത്തിലാണുള്ളത്. അപ്പം ഈ കാണുന്ന വലിയ ശിവപ്രതിമേൻ്റെ അടിയിൽ ഇതിൻ്റെ ആ ഒരു ചരിത്രം സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചിലൊരു മ്യൂസിയം പോലത്തെ ഒരു സ്റ്റാച്യൂസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കയറി കാണാം. ടിക്കറ്റ് ഉണ്ട്, ഒരാൾക്ക് 20 രൂപയാണ്. അകത്തെന്താന്ന് നോക്കാം. അതെ, നമുക്ക് അകത്തെന്താന്ന് പോയി കാണാം. ഓക്കെ.
अब रावण आया तो कथा से बाहर महाशौर्य चले अपनी कल्पना पर पहुंचाया। उसने सोचा शिव जी से दोबारा माध्यम प्रसन्न हो जाए। ओह, यह महाभयंकर माता को दिए गए वचन के लिए सबके अंत में अपने प्राण त्यागी को यहाँ देखिए, रावण अपनी माँ के लिए आत्मलिंग मांग कर ले जा रहे हैं। आत्मलिंग रूपी वरदान शिव जी ने सावधानी बरतते हुए कहा, संतुष्ट हो रावण तेजी से लौट चला। आगे रावण के आगे सिर दर्द दोबारा शुरू। അപ്പോൾ ആ വിഷ്വൽസ് തന്നെ ഏകദേശം അതിൻ്റെ ചരിത്രം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ആ ലാസ്റ്റ് കണ്ട ആ ഒരു ഇതില്ലേ, ആ ശിവൻ അത് ആ ഒരു ആ ഷേപ്പായതും അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ശരിക്ക് അത് ഈ ഇതിൻ്റെ ആർക്കിടെക്ചർ എന്തായാലും ഭയങ്കര സംഭവമുണ്ട്. കാരണം അത് ഓരോ ഇമോഷൻസും ആ ഒരു പ്രതിമേൻ്റെ മുഖത്തുള്ള ഭാവങ്ങളൊക്കെ എന്ത് രസമാണ് അല്ലേ, അടിപൊളിയാണ്. നല്ല ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ശിവൻ്റെ അതുപോലെ രാവണൻ്റെ ഒക്കെ ആ ഒരു രൗദ്രതയൊക്കെ ശരിക്കും അതിനകത്ത് കാണാനുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ചെറുങ്ങനെ കറങ്ങിയിട്ട് നമ്മൾ അടുത്ത ഗോവ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. പിന്നെ ഇവിടുത്തെ സ്ഥലമേ പ്രധാനമായിട്ട് ഈ ഒരു അമ്പലം, ഇത് മാത്രമല്ല തൊട്ടടുത്തൊരു അമ്പലം കൂടിയുണ്ട്. ഇവിടെ മനോഹരമായ വലിയൊരു എന്താ പറയുക ഗോപുരമുണ്ട്. ഈ ശിവൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ളൊരു ഗോപുരം കൂടി ഉണ്ട് ഇവിടെ. അതിന് തൊട്ടടുത്തായിട്ട് താഴെ ഒരു അമ്പലമുണ്ട്, താഴെ ആ ഭാഗത്തായിട്ട്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നേരെ ഗോവയിലേക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇവിടെ ഈ ഒരു ബീച്ച് സൈഡാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ നമ്മൾ ഈ അമ്പലം എന്നുള്ള അല്ലാണ്ട് ഒരു നമ്മൾ ടൂറിസ്റ്റ് മേഖല പോലെയാണ്. ഒരു ബോട്ടിങ്, സ്പീഡ് ബോട്ടിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ ഒരു എന്താ പറയുക അല്ലേ, കുറേ ആൾക്കാർ കടലിൽ ഇറങ്ങി കളിക്കാനും കുളിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. നമ്മളെ വണ്ടീൻ്റെ കോൺസെപ്റ്റ് ചെറുങ്ങനെ ഒന്ന് ലൂസായോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ ഓടിച്ചപ്പോഴും അത് പിന്നെ ശരിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കെന്തോ ഇതിന് മുമ്പ് ഈ സർവീസ് ചെയ്ത് റീസെൻ്റ്ലി ഇറക്കിയതാണല്ലോ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ. അപ്പോൾ അത് ആദ്യം ഞാൻ നല്ല ടൈറ്റുള്ള രീതിയിലായിരുന്നു കോൺസെപ്റ്റ് ഓടിച്ച് സെറ്റാക്കിയത്. അതിപ്പോൾ മാറ്റിയപ്പോൾ അത് ആ ഒരു മാറ്റം എനിക്ക് എത്ര ഫ്രഷ് വെച്ചപ്പോഴേ കോൺസെപ്റ്റ് ഭയങ്കര ലൂസായ പോലെ, വണ്ടി ഓടിക്കുമ്പോൾ ഒരു കംഫർട്ടില്ലായ്മ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഹോണ്ടേൻ്റെ ഡീലെടുത്ത് വന്നേക്കാണ്. അപ്പോൾ ഒരു വണ്ടി അവർ കൊണ്ടുപോയിട്ടുണ്ട്, നോക്കാം. കുംട്ട അങ്ങനെ തോന്നി സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ ആയിട്ടുണ്ട്. നമ്മളെ വണ്ടീൻ്റെ ആ കോൺസെപ്റ്റ് ടൈറ്റാണ്, വേറെ ചാർജ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഒന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി ഇപ്പോൾ ഓക്കെയാണ്. ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതെ ഒരു മിർജ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം ഇവിടെ നിന്നാണ്. അപ്പോൾ അതായത് ഇന്ത്യക്ക് നേരെ പൂരിയും പിന്നെ ഒരു സാധനം വാങ്ങിച്ചിട്ട് എന്താണ് ബൻസോ അങ്ങനെന്തോ പറഞ്ഞത്. കാണുമ്പോൾ പൂരി പോലെയുണ്ട് സാധനം, ഇത് പൂരി അല്ല, വേറെ എന്തോ സാധനമാണ്. ബൻസ് എന്ന് അങ്ങനെന്തോ പറഞ്ഞതിൻ്റെ പേര്. അവിടെ പൂരി വാങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കാം. പിന്നെ വേറെ യാത്ര ട്രിപ്പ് റോഡ് കുഴപ്പമില്ലായിരുന്നു. ഇപ്പം വന്ന ആ ഒരു സ്ഥലത്ത് അത്ര അടിപൊളിയല്ലായിരുന്നു അല്ലേ. മോശമായിരുന്നു, വലിയ പ്രശ്നമില്ല. പിന്നെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു മേഖലയാണെന്ന് തോന്നുന്നു അല്ലേ. പക്ഷെ വിജനമായ ഒരു സ്ഥലം, റോഡ് മാത്രമുള്ള ഏരിയ. വണ്ടി ഇപ്പോൾ കോൺസെപ്റ്റ് ആയിട്ടാക്കിയപ്പോൾ വണ്ടി ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അതെ നമ്മൾ ഗോവ എത്തി. ഇവിടെ ഒരു മലയാളി ഷോപ്പ് കണ്ടിട്ടുണ്ട്, മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കേരള റെസ്റ്റോറൻറ്റ് റൂം ഫോർ റെൻ്റ് എന്നൊക്കെ. അതെ ഇവിടെ നമ്മളെ ഒരു മലയാളി സുഹൃത്താണ് ഈ കട തുടങ്ങിയിരിക്കുന്നത്. നല്ല എന്താ പറയുക ഫിഷ് ഫ്രൈയും നമ്മളെ നാടൻ ചോറൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. അതെ ഇന്ത്യജി ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫുഡ് വരണം. എന്ത് പറയണം ഇന്ത്യജി ട്രിപ്പിന് ഇതുവരെയുള്ള?
ടയേർഡായി കിടക്കണം ചേച്ചി. ഗോവയിൽ റോഡ് നല്ല കിടിലൻ റോഡാണ്, പക്ഷെ ചില സ്ഥലത്ത് ഭയങ്കര ട്രാഫിക്കാണ്. ഇതാണ് പ്രശ്നം. നമുക്ക് ആ ഒരു ട്രാവലിങ്ങിൻ്റെ ആ ഒരു സുഖം അങ്ങോട്ട് പോകും. ഭയങ്കര ട്രാഫിക് വരുന്നുണ്ടായി. ബാക്കി റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ആ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ കാണാനൊക്കെ എന്ത് ഭംഗിയാണ്. ചില സ്ഥലത്ത് ഭയങ്കര ബോറായിരുന്നു ആദ്യമൊക്കെ. അതെ, ചില സ്ഥലത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതും കൂടി കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമ്മൾ ഈ ബീച്ച് സൈഡ് എത്തുമ്പോഴേ ഉള്ളൂ ഗോവ സത്യം പറഞ്ഞാൽ. ബാക്കി നമ്മൾ വരുന്ന റോഡൊക്കെ നമ്മൾ സാധാരണ നാട്ടിൽ നമ്മൾ തന്നെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ബീച്ച് സൈഡ് എത്തിയാലേ നമുക്ക് ആ ഗോവേൻ്റെ അടുത്ത് മനസ്സിലാവും. അല്ലാണ്ട് നമ്മളങ്ങനെ സ്ട്രേറ്റ് ഹൈവേയിലൂടെ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇവിടെ ക്യാപിറ്റൽ എത്തുമ്പോൾ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് പനാജി. അവിടെ എത്തുമ്പോൾ മാത്രമേ ഒരു ഭയങ്കര ഒരു ഇതുപോലെ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു സാധാരണ ഒരു സ്ഥലം പോലെ. ബീച്ചിലൊക്കെ എത്തുമ്പോൾ കുറച്ചിങ്ങനെ നല്ല ഒരു ടൂറിസ്റ്റ് ഏരിയ ഒക്കെ, അതായത് വെള്ളക്കാരൊക്കെ നടന്നു പോകുന്നതൊക്കെ പിന്നെ കണ്ടു തുടങ്ങും ബീച്ച് സൈഡിലൊക്കെ. നമ്മളിപ്പോൾ ഉള്ളത് ബാഗ ബീച്ചല്ലേ? നമ്മൾ ബാഗ ബീച്ചിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. ബാഗ ബീച്ചിലാണ് ഈ ഇത് കിടക്കുന്നത്, റെസ്റ്റോറൻറ്റ് കിടക്കുന്നത്. ഇവിടെ തന്നെ റൂംസും അവൈലബിൾ ആണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുപോലെ നമുക്ക് വിളിക്കാനേ പറ്റില്ല. അപ്പം നല്ല അയില പൊരിച്ചതും അതുപോലെ ചെമ്മീൻ പൊരിച്ചതും ഇന്ത്യൻ്റെ വായിനൊക്കെ വെള്ളം ഊരാൻ തുടങ്ങി. ഇത് താളി എന്നാണ് ഇതിനെ പറയാം. ഇപ്പം ഒരു താളിയിൽ ചോറും അതുപോലെ തന്നെ താളിയും, ഈ അയിലേൻ്റെ താളി അതുപോലെ പ്രോൺസ് താളി അങ്ങനെ പറയാം. താളി എന്ന് പറഞ്ഞാൽ ഒരു കോംബോ ആയിട്ട് വരും, കാണുന്നില്ല, അതൊരു കോംബോ ആയിട്ട് വരും. പിന്നെ ചോറും ഈ താളിയും ഏതാണോ അതിൻ്റെ താളി എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ വരും. അങ്ങനെയാണ് ഇതിൻ്റെ. ഭക്ഷണം കഴിച്ചോക്കി പറയാം. അല്ല ഇന്ത്യയൊക്കെ തിരക്കാണ് കഴിക്കുക. അതെ, ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ അടിപൊളി. നമ്മളെ ആ മലയാളികളെ കാണുന്ന മലയാളം സംസാരിക്കുന്ന വേറെ നാട്ടിലുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതാർക്കും പറഞ്ഞാലൊന്നും അത്ര പെട്ടെന്ന് പോകില്ല. അങ്ങനെ ഇവിടുന്ന് നമുക്ക് കിട്ടിയ കുറച്ച് ആൾക്കാരാണ് ഇതൊക്കെ. എന്താ ഈ പുള്ളിക്കാരനാണ് ഈ ഷോപ്പിൻ്റെ ഓണർ. അവൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ അനുരാഗ്. നാട്ടിലെവിടെയായിരുന്നു? നാട്ടിൽ മലപ്പുറം അല്ലേ? അപ്പോൾ ഇവിടെ കുറേ ആയോ വന്നിട്ട്? 6 വർഷം അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ സ്ഥലത്തിൻ്റെ പേര് ബ്രോ, ഈ ലൊക്കേഷൻ? ബാഗ സ്നോ പാർക്കിൻ്റെ ആ ബാഗ സ്നോ പാർക്കിൻ്റെ ഓപ്പോസിറ്റാണ് ലൊക്കേഷൻ. ഇവിടെ ഗോവ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ വരിക. നല്ല നമ്മൾ നാടൻ ഫുഡൊക്കെ കിട്ടും. അതുപോലെ നമ്മൾ ഇവിടുന്ന് കിട്ടി വേറെ എവിടെ പോയാലും മലയാളികൾ ഉണ്ടാകുന്ന പറയുന്നതല്ലേ, അതുപോലുള്ളൊരു വേറെ നമ്മളെ തലശ്ശേരി കണ്ണൂർ സ്വന്തം ആൾക്കാർ. ബ്രോ എന്തായിരുന്നു ബ്രോ പേര്? ഇതാ ഇവിടെയുണ്ട് നിഖിൽ. ഇപ്പോൾ കുറേ ദിവസമായോ? ആ, അപ്പം കുറേ ദിവസം ഉണ്ടോ അവിടെ? 2 ദിവസം. നീ എങ്ങനെ ഇവിടെ നേരെ നാട്ടിലേക്കാണോ അതോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ കറക്കാണ്, സഞ്ചാരികളാണ് നമ്മളെ പോലെ. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മൾ എവിടെ പോയാലും ആരെങ്കിലൊക്കെ ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി ഈ പറഞ്ഞ പോലെ നമുക്കിവിടെ ഇതിന് തൊട്ടടുത്ത റൂംസും ഉണ്ട്, ഇവിടെ തന്നെ റൂംസും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓയോ അങ്ങനെയുള്ള ആപ്പ് വഴി നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഈ അടുത്തൊന്നും റൂംസ് ഓയോൻ്റെതില്ല. നമുക്ക് ഇവിടെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് റേറ്റും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മലയാളികൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഗൈഡൻസ് തരാനോ അല്ലെങ്കിൽ റൂമിൻ്റെ ആയാലൊക്കെ ഇവിടെ ബന്ധപ്പെട്ടാൽ മതി. അതിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ തന്നെ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് റൂമിലേക്ക് പോകാം. അതെ, റൂമിൽ ഒന്ന് കയറിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ചറപറ വാരി വലിച്ചിട്ടുണ്ട്. ചെറിയ റൂം, നല്ല 2 ആൾക്കെല്ലാം വന്ന് സുഖമായിട്ട് കിടക്കാൻ പറ്റിയ നല്ല ചെറിയ റൂം, ഒരു ബഡ്ജറ്റ് പ്ലാനൊക്കെ പറയാൻ പറ്റിയ റൂം. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഈ ഒരു റേറ്റിനൊക്കെ നമുക്കിപ്പോൾ എമൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 1200 രൂപയാണ്. അപ്പോൾ അത് സീസൺ അനുസരിച്ച് മാറും കേട്ടോ. സീസൺ 1500 ഞങ്ങൾ മലയാളികളായതുകൊണ്ട് പിന്നെ ഒരു 1200 ലെവൽ തന്നെയാണ്. 1500 അതിന് മുകളിലും പോകും. സീസണിലാകുമ്പോൾ എമൗണ്ട് മാറും. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ പരമാവധി വേറെ ഓയോ റൂംസ് അങ്ങനത്തൊന്നും ഇല്ല. അപ്പം നമ്മളൊരു മലയാളി എന്നുള്ള കൺസെഷൻ കൊണ്ടാണ് പുള്ളി നമുക്ക് ആ റേറ്റ് തന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി വരുമ്പോൾ ഇവിടെ തന്നെ വരിക. നല്ല അടിപൊളി എന്താ പറയുക സർവീസാണ്, നല്ല പെരുമാറ്റമാണ്. ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി പോലത്തെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നാൽ നമുക്ക് റോഡ് സൈഡൊക്കെ കാണാം. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അടുത്താണ് ബാഗ ബീച്ച് വരുന്നത്. ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോകാനും വരാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നിവിടെ സ്റ്റേ ആണ്. നമുക്ക് വൈകുന്നേരം ഒന്ന് ബാഗ ബീച്ച് പോവാം. ഷോർട്ടേജ് പോകാം. ഓക്കെ. Yellow,
ബീച്ചിലെ അവസ്ഥയാണ് കാണുന്നത്. നീണ്ട് കിടക്കാണ്. സൗണ്ടുകൾ തമ്മിൽ മത്സരമാണ്, ഷോപ്പുകൾ തമ്മിൽ. രക്ഷയില്ല, സൗണ്ടും ലൈറ്റിന്റെയും കളിയാണ് മൊത്തം.